ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എപ്പോഴൊക്കെ പുറത്തു പോയിട്ടുണ്ടോ, ഇന്ത്യൻ സമൂഹത്തിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുണ്ടോ, അപ്പോഴൊക്കെ അദ്ദേഹം ഇന്ത്യയിലെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ ഇന്ത്യയുടെ വികസനങ്ങളെക്കുറിച്ചോ നേട്ടങ്ങളെക്കുറിച്ചോ, ഇല്ലെങ്കിൽ അയാൾ ചെന്നെത്തുന്ന രാജ്യത്ത് ഏത് തരത്തിലുള്ള ഭാരതത്തിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ട സപ്പോർട്ടുകളാണ് അവിടെ നിന്ന് ലഭിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തയൊന്നുമല്ല രാഹുൽ ഗാന്ധിക്ക്. രാഹുൽ ഗാന്ധി എപ്പോഴും ഇവിടുത്തെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നു, രാഷ്ട്രീയത്തെ വിമർശിക്കുന്നു, ഭരണ സംവിധാനങ്ങളെ വിമർശിക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇത്രനാളും പറഞ്ഞത് നമുക്ക് ക്ഷമിക്കാം. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ഇന്ത്യയിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ കക്ഷിയുടെ നേതാവായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി വ്യത്യസ്തമാണ്. അദ്ദേഹം ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവാണ്. ഇത് പറയാൻ കാരണം, ഈ അടുത്തിടയ്ക്ക് അദ്ദേഹം അമേരിക്കയിലെ വെർജീനിയയിൽ അദ്ദേഹത്തിൻ്റെ വിസിറ്റുകൾ പൂർണ്ണമായും നിശ്ചയിച്ചിരുന്നത് സാം പിത്രോഡയാണ്. ആ സാം പിത്രോഡ നിശ്ചയിച്ച ഒരു വിസിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വെർജീനിയയിൽ പോയി സിഖ് സമൂഹത്തെ കണ്ട് സംസാരിക്കുകയുണ്ടായി. അവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന വേളയിൽ അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യയിൽ സിഖ് സമൂഹം ടർബൻ ധരിക്കുവാൻ എന്തിനെയൊക്കെയോ ഭയപ്പെടുന്നു എന്നുള്ള രീതിയിലുള്ള വാക്കുകളാണ് അല്ലെങ്കിൽ പ്രയോഗങ്ങളാണ് അദ്ദേഹം അവിടെ നടത്തിയത്. എന്തുകൊണ്ടെന്നാൽ ഇവിടെ എന്തോ അസ്വസ്ഥത, സിഖ് സമൂഹത്തിന് ഭാരതത്തിൽ എന്തോ അസ്വസ്ഥത ഉണ്ട് എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമാണ് രാഹുൽ ഗാന്ധി അത് ചെയ്തത്. അപ്പോൾ എപ്പോഴും ഇവിടെ പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കണം. ഇതിനെതിരെ ശക്തമായി തന്നെ ഇന്ത്യയിൽ യൂണിയൻ മിനിസ്റ്റർ ഹർദീപ് പുരി ഇതിന് ഒരു മുഴുനീള വിമർശനം നടത്തുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ 60 വർഷമായി ടർബൻ ധരിക്കുന്നു, ഈ രാജ്യത്ത് 60 വർഷമായി ഞാൻ തലപ്പാവ് ധരിച്ചുകൊണ്ട് നടക്കുന്നു. ഒരു സിഖുകാരൻ എന്ന രീതിയിൽ എനിക്ക് അഭിമാനമുണ്ട്, ഞാൻ അത് അഭിമാനത്തോടു കൂടി ധരിക്കുന്നു. ഒരാളും എന്നെ വെല്ലുവിളിച്ചിട്ടില്ല. സിഖ് സമുദായം യഥാർത്ഥത്തിൽ വെല്ലുവിളി നേരിട്ടത് ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ കുടുംബം ഭരിച്ചിരുന്ന സമയത്താണ്. നമുക്കറിയാം, 1984 ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട സമയത്ത് കൊലപ്പെടുത്തിയവർ സിഖ് സമുദായത്തിൽപ്പെട്ട വ്യക്തികളാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ 3000 സിഖുകാരെയാണ് ഡൽഹിയിൽ തല്ലിയും കത്തിച്ചും കൊന്നത്. ചിലരുടെ ശരീരത്തിലേക്ക് വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുവന്ന് ചിലരുടെ ശരീരത്തിലേക്ക് ടയറിട്ട് അതിന് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ക്രൂരമായി തന്നെ പീഡിപ്പിച്ചതിനെ കൊല്ലുകയായിരുന്നു. തല്ലിക്കൊല്ലുന്നു, പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊല്ലുന്നു. ഇങ്ങനെയുള്ള ഒരു വംശനാശം തന്നെ ചെയ്ത ഒരു കോൺഗ്രസിൻ്റെ നേതാവ് ഇന്ന് വെർജീനിയയിൽ ചെന്നിട്ട് പറയുകയാണ്, ഇവിടെ സിഖ് സമുദായം ബുദ്ധിമുട്ടുകയാണ്, അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം കേന്ദ്ര സർക്കാരും BJPയുമാണ്. നമ്മളൊരു കാര്യം ചിന്തിക്കണം, നമ്മൾ സംസാരിക്കുന്നത് അമേരിക്കയിലാണ്, അമേരിക്കയിലെ വെർജീനിയയിലാണ് സംസാരിക്കുന്നത്. ഇവിടെ നിന്ന് പോകുന്ന പ്രതിപക്ഷ നേതാവ് ഇവിടുത്തെ സർക്കാരിനെ കുറ്റം പറയുവാനോ ഇവിടെയുള്ള സംവിധാനങ്ങളെ കുറ്റം പറയുവാനോ അല്ല അവിടെ പോകേണ്ടത്, നമ്മുടെ സാധ്യതകളാണ്. എന്തുകൊണ്ടെന്നാൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇലക്ഷൻ വരെയാണ് രാഷ്ട്രീയം. അതിനുശേഷം രാജ്യത്തിൻ്റെ വികസനങ്ങളാണ് പ്രതിപക്ഷ കക്ഷികളും ഭരണപക്ഷ കക്ഷികളും നോക്കേണ്ടത്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നമുക്ക് പാർലമെന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിക്കാം. അങ്ങനെയല്ല, പുറത്ത് ചെന്നാൽ, ഒരു വിദേശ രാജ്യത്ത് ചെന്നാൽ അവിടെ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. പ്രത്യേകിച്ച് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. ഒരു വ്യാഴവട്ടം നമ്മൾ പുറകോട്ട് ചിന്തിച്ചാൽ, ഇന്ത്യയെ പ്രതിനിധീകരിക്കുവാൻ വേണ്ടി ഇന്ദിരാഗാന്ധി അയച്ചത് വാജ്പേയി ആയിരുന്നു, അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. അദ്ദേഹം ഭാരതത്തിനെ കുറിച്ചും പ്രധാനമന്ത്രിയെക്കുറിച്ചും വളരെ ഉന്നത നിലവാരത്തിലാണ് സംസാരിച്ചത്. ആ ഒരു ചിന്ത എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ മനസ്സിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞതിൻ്റെ ബാക്കി പത്രമായി ഹർദീപ് സിംഗ് പുരി പറഞ്ഞത് 3000 സിഖുകാർ കൊല്ലപ്പെട്ടു വന്നു ഡൽഹിയിൽ. അത് രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിൻ്റെ വകയായിരുന്നു ആ ആക്രമണം. എന്തുകൊണ്ടെന്നാൽ അതിന് തൊട്ടടുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ രാജീവ് ഗാന്ധി പറഞ്ഞത്, ഒരു വൻമരം വീണാൽ ഭൂമി കുലുങ്ങും എന്നാണ്. എത്ര നിസ്സാരവൽക്കരിക്കുകയായിരുന്നു 3000 പേരുടെ ദാരുണമായ കൊലപാതകത്തെ. ഏതെങ്കിലും ഒരു സമുദായത്തിലെ 1-2 വ്യക്തികൾ ചെയ്ത തെറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വീടുകളിൽ നിന്നും വിളിച്ചിറക്കി 3000 പേരെ തല്ലിയും വെട്ടിയും കത്തിച്ചും കൊല്ലുക എന്ന അതിക്രൂരമായ ഒരു കർമ്മം ചെയ്ത വ്യക്തിയുടെ പിൻതലമുറക്കാരനാണ് ഇന്ന് നറേറ്റീവ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വേറൊരു രാജ്യത്ത് സംസാരിക്കുന്നത്. ഇതിനെ അതിനിശിതമായി തന്നെ മിനിസ്റ്റർ ഹർദീപ് പുരി വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പറഞ്ഞത് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തു, കഴിഞ്ഞ 60 വർഷമായി ഞങ്ങൾ ഇത് ധരിക്കുന്നു, ഒരു ചലഞ്ചും ഒരു വെല്ലുവിളിയും നമുക്ക് ഈ രാജ്യത്തുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ അന്നത്തെ നേതാവായിരുന്ന ജഗദീഷ് ടൈറ്റ്ലർ നാനാവധി കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ 1ാം പ്രതി എന്ന രീതിയിൽ വന്നതാണ്. അതൊരു കോൺഗ്രസ് നേതാവ് കൂടിയാണ്. അപ്പോൾ ഈ ഇത്രയധികം ക്രൂരകൃത്യങ്ങൾ ചെയ്ത കോൺഗ്രസ് തന്നെ അതിൻ്റെ പുതിയ നേതാവ് പറയുന്നു, ഇന്ത്യയിൽ സിഖ് സമുദായം ഭീതിയിലാണ് എന്നുള്ള കള്ളപ്രചരണം വിദേശ രാജ്യത്ത് ചെന്ന് നടത്തുമ്പോൾ ആ രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയുടെ മനസ്സിൽ ഉള്ളത് എന്താണ് എന്ന് നമ്മൾ പൊതുജനം മനസ്സിലാക്കണം.
ഒന്നുകൂടി അദ്ദേഹം പറഞ്ഞു, ഇതിൻ കടന്ന് അദ്ദേഹം ചൈനയെ പ്രണയിക്കുകയാണ്. എന്താണ് ചൈനയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്? വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ദർ ഈസ് എ വെരി ലാർജ് എക്കണോമി, ഒരു വലിയ ഒരു സാമ്പത്തിക എക്കണോമി, ഒരു സിസ്റ്റം നിലനിൽക്കുന്നുണ്ട്. ആ രാജ്യമാണ് ചൈന. ദർ ഈസ് എ വെരി ലാർജ് എക്കണോമി ചൈന വേർ ദർ ഈസ് നോ അൺഎംപ്ലോയ്മെൻറ്റ്. ഇന്ത്യയെ വിമർശിക്കുകയാണ്. ഇന്ത്യയെ വിമർശിക്കുമ്പോൾ ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ ചൈനയിൽ അൺഎംപ്ലോയ്മെൻ്റ് ഇല്ല എന്ന് പറഞ്ഞ് ചൈനയെ പുകഴ്ത്തുന്ന ഒരു ഇന്ത്യൻ രാഷ്ട്രീയ നേതാവിനെയാണ് നമ്മൾ രാഹുൽ ഗാന്ധിയിൽ കാണുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ആരോടാണ് സ്നേഹവും ആരോടാണ് അടുപ്പവും? ചൈനയെ പുകഴ്ത്തുകയും ഇന്ത്യയുടെ ശത്രുവായ, ഇന്ത്യയുടെ അതിർത്തി ലംഘിച്ചു കയറുന്ന ചൈനയെ പുകഴ്ത്തുകയും ഇന്ത്യക്കെതിരെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു നേതാവ്. നമുക്ക് ഒരു കാര്യം നമ്മൾ പുറകോട്ട് ചിന്തിക്കേണ്ടതുണ്ട്. നിരവധി ലോക നേതാക്കന്മാർ ഈ രാജ്യത്തേക്ക് കടന്നു വരുന്നുണ്ട്. അതിൽ ഒരു വ്യക്തി പോലും അവരുടെ രാജ്യത്തെ ഒരു പ്രധാനമന്ത്രിയെയോ ഇല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെയോ ഇല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ സംവിധാനങ്ങളെയോ ഇന്ത്യയിൽ വന്ന് കുറ്റം പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് സുവ്യക്തമാണ്. ഒരു മീഡിയയും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, ബംഗ്ലാദേശ് ഇഷ്യൂ വരുമ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയിൽ അഭയം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഷെയ്ഖ് ഹസീന അന്ന് കുറ്റപ്പെടുത്തിയത് ഇതിൻ്റെയൊക്കെ പുറകിലുള്ള കാരണക്കാർ അമേരിക്കയാണ് എന്നുള്ളതാണ്. അല്ലാതെ തൻ്റെ രാജ്യത്തെ ആരെയും പ്രത്യേകിച്ച് കുറ്റപ്പെടുത്തുവാൻ, മതശക്തികളെ ഒഴിച്ച് ആരെയും കുറ്റപ്പെടുത്തുവാൻ ഷെയ്ഖ് ഹസീനയും മുതിർന്നിട്ടില്ല. ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാക്കേണ്ടത് രാഹുൽ ഗാന്ധി എന്ന ഇമ്മച്ചുറായ ഒരു രാഷ്ട്രീയ നേതാവ് ആർക്കു വേണ്ടിയാണ് ഈ കുഴലൂത്ത് നടത്തുന്നത് എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയിൽ നിന്നും പുറത്തു പോകുന്ന പ്രതിപക്ഷ നേതാവ് ഇന്ത്യൻ രാഷ്ട്രീയ സംവിധാനങ്ങളെ കുറ്റം പറയുവാനോ, അദ്ദേഹം അവിടെ ചെന്നിട്ട് ഇന്ത്യൻ ഇലക്ടറൽ സിസ്റ്റത്തിനെ കുറ്റം പറയുന്നു, ഇന്ത്യൻ ലീഗൽ സിസ്റ്റത്തിനെ കുറ്റം പറയുന്നു. ഇന്ത്യയെക്കുറിച്ച്, സ്വന്തം രാജ്യത്തെക്കുറിച്ച് മോശമായി ചിത്രീകരിക്കുവാനായിട്ടും മാത്രമാണ് രാഹുൽ ഗാന്ധി വിദേശങ്ങളിലേക്ക് യാത്രയാകുന്നത്. അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നത് ആരൊക്കെയാണ് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ചുമതല കൂടി കേന്ദ്ര സർക്കാരിനുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇത് അപകടകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത്. സ്വന്തം രാജ്യത്തിനെ ഇത്ര മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ മുമ്പിൽ ഇദ്ദേഹത്തെ തുറന്നു കാണിക്കേണ്ടത് സാധാരണക്കാരുടെ മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ചുമതലയാണ്. ന്യൂസ് ഡെസ്ക് സച്ച ഭാരത്.